എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. സന്തോഷത്തിൽ എഴുന്നേൽക്കുക. കർത്താവ് എല്ലാവരെയും തൊടുന്ന സമയമാണ്. അടിപ്പറ പോലെ വൈദാഖാപ ദൈവികമായ ശക്തി ഉച്ച ഉള്ളംകാല് വരെ പസരിക്കുന്ന ഇടിമുഴക്കത്തിന്റെ സൗഖ്യദായക സമയത്തിലേക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആദാവരേണമേ എന്നിൽ നിറയണമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ ശക്തമായി സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിക്കണം. വിശ്വാസപ്രമാണം ചെല്ലാൻ പറ്റുന്നത് വിശ്വാസപ്രമാണം ചെല്ലണം. എല്ലാം ചെയ്യേണ്ടത് ദൈവസ്നേഹത്തോടെയാണ്. ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരെയും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ കൈയുയർത്തിക്കൊണ്ട് സ്തുതിച്ചും അഭിഷേകത്തോടെയും ഒക്കെ പ്രാർത്ഥിക്കാം. വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോഴെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം നമ്മളെ തളിക്കപ്പെടുകയും അടിപ്പറ പോലെ വൈദാഖാപ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ എല്ലാ നടുവേദനകളും അതുപോലെ തന്നെ രോഗകാരണങ്ങളും രോഗത്തിൻ്റെ മൂലകാരണങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങളും വിട്ടുമാറുകയും നിങ്ങൾക്ക് ആന്തരികമായ സ്ഥിരമുള്ള ഉത്സാഹത്തിൻ്റെ സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണത്. അപ്പോൾ സന്തോഷത്തോടെയാണ് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഭാഷാപരം അറിയുന്നവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് ഞാൻ സ്വസ്ഥം ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ നിന്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിന്, കുരിശിൻ്റെ അടയാളത്തിന്, ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവേ, നിൻ്റെ കുരിശിൽ നിന്നുള്ള ഒഴുകുന്ന കർത്താവേ രക്തമഴ എല്ലാ മക്കളുടേക്കും പൊടിഞ്ഞു വീഴട്ടെ. കർത്താവേ, മസിൽ വേദനയുള്ളവരെ, പിസ്തുല രോഗികൾ, അരസസ് രോഗികൾ, നെഞ്ചിന് കെട്ടുള്ളവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, കരൾ രോഗികൾ, മൂത്രാശയ രോഗികൾ, ഗർഭാശയ രോഗികൾ, ഗർഭാശയസ്തുള്ളവർ, മുത്തത്തിൽ കല്ലുള്ളവർ, കിഡ്നി കല്ലുള്ളവർ, നടുവേദനക്കാർ, നടുവ് തിരിഞ്ഞിരിക്കുന്നവർ, സ്പോണ്ടിലോസിസ് രോഗികൾ, ശിരസ് രോഗികൾ, മുടി കൊഴിയുന്നവർ, കണ്ണ് കാഴ്ച കുറവുള്ളവർ, ചെവിക്കരവുള്ളവർ, സിസ്റ്റുള്ളവർ, തൊണ്ടവേദനക്കാർ, തൈറോയ്ഡ് രോഗികൾ, ത്വക്ക് രോഗികൾ, കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതൽ കർത്താവേ ഒഴുക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഒഴുക്കണമേ. കർത്താവേ, എല്ലാ രോഗങ്ങൾ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ, ഈശോ, മക്കളില്ലാത്തവർ, കർത്താവേ, വീറ്റങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടാത്തവര്, അണ്ടം ഉത്പാദിപ്പിക്കപ്പെടാത്തവരെ ഒക്കെ സ്പർശിക്കണമേ. കർത്താവേ, അടിപ്പുഴ പോലെ വൈദാഖാനം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് കൊടുക്കട്ടെ. ഈശോ ഒഴുകട്ടെ. കർത്താവേ, എല്ലാ തരത്തിലും കുഞ്ഞുങ്ങളില്ലാത്തവരെ, ഗർഭത്തെ ശുദ്ധിക്കുന്ന രോഗമുള്ളവരെ, ഗർഭിണികൾ കർത്താവേ, ചൂട് കുറവുള്ളവരെ, കർത്താവേ, കുഞ്ഞിന് തൂക്കമില്ലാത്തവരെ, ഈശോ, ക്ഷയരോഗികള്, പിസ്തുല രോഗികള്, കർത്താവേ, HIV രോഗികള്, ക്യാൻസർ രോഗികള്, കർത്താവേ സ്പർശിക്കണമേ. കർത്താവേ സ്പർശിക്കണമേ. തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവര്, യേശുവിന്റെ ഉന്നതമായ നാമത്തില്, മാർഗരോഗങ്ങള്, യേശു ഉന്നതമായ നാമത്തില്, തീരാവേദികള് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ. മഹത്വം, ആരാധന. സ്വർഗം തുറക്കപ്പെടുന്ന വലിയ സമയമാണ്.
കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പ്രത്യക്ഷ ദർശനം അരളിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈ ചതിവിക്കാരണത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെപ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. സ്വർഗം താണിറങ്ങി വന്നിരിക്കുന്ന സമയമാണ്. വിശ്വസിക്ക ദൈവവേദലെ, സ്നേഹിക്ക ദൈവവേദലെ, ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കേണ്ട ദൈവവേദലെ. മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വിദ്യുത് സഞ്ചാരികളുള്ളവർ, ജയിലിൽ കിടക്കുന്നവർ, കർത്താവ് കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ, അതിന് തർക്കമുള്ളവർ, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, വെളിച്ചമില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, ഇന്റർവ്യൂ കഴിഞ്ഞവർ, ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ, പണം അയച്ചു കൊടുത്തവർ, നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ, വ്യത്യസ്തമായ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശത്ത് പോകാൻ പോകുന്നവർ, തിരിച്ചു വരാൻ പോകുന്നവർ, എല്ലാ മേഖലകളിലും കർത്താവ് ജപ്തി നടപടിയുള്ളവർ, നേരിടുന്ന സ്ഥലം വിൽക്കാനുള്ളവർ, സ്ഥലം വാങ്ങാനുള്ളവർ, യേശു ജീവിക്കാൻ വീടോ സ്ഥലമോ ഇല്ലാത്തവർ, വിവാഹം തടസ്സം ഒത്തുവരാതെ സമാധാനമില്ലാത്തവർ, കുടുംബത്തിൻ്റെ എല്ലാ തകർച്ചകളും തകരാറുകളും യേശു ക്രിസ്തു അനുന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി എന്തുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമേ. അത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സുവിശേഷത്തിൻ്റെ കാന്തിയായി എന്നെ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വളരെ സുന്ദരമായിട്ട് മുട്ടനിക്കുക. സമാപനാശീർവാദത്തിന് സമയമായി. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ
ഇരിക്കുക. അറിയിപ്പുകൾ. ഒന്നാമത്തെ അറിയിപ്പ്, നമ്മുടെ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള അമ്മയ്ക്കൊരു മുറി, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്നുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 3 നിലയുടെ സ്കെൽട്ടൻ ആയിട്ടുണ്ട്. ഇനി മുറി ആവശ്യമുള്ളവരെ ഒരു 5 വർഷത്തേക്ക് അവർക്ക് മുറി ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രോജക്റ്റാണ്. ഒരു വർഷം 4 ദിവസം 5 വർഷത്തേക്ക് മുറി ഫ്രീ ആയിട്ട് കിട്ടാം. നിങ്ങൾക്ക് കൃപാസനത്തിലെ മുറി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിച്ച് ധ്യാനിക്കാനൊക്കെ ആവശ്യമുള്ളപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് അമ്മയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ പറ്റും. അതിനുള്ള സംവിധാനമാണ്. അപ്പോൾ ആ നമ്പർ മുറി ആവശ്യമുള്ളവർ 94 47 69 68 15 94 47 69 68 15 ഈ നമ്പറിൽ വിളിച്ച് മുറി ആവശ്യപ്പെടാവുന്നതാണ്. മുറി പൂർത്തിയാകുന്നതനുസരിച്ച് നിങ്ങൾ തരുന്ന ഷെയറിന് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. രണ്ടാമത്തെ അറിയിപ്പ്, അച്ഛനെ കാണാനും വരുന്നവരുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മളെപ്പോഴും അച്ഛനെ കാണാൻ നിങ്ങൾ ഉദ്ദേശിച്ച് ആണ് ഇന്ന് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വരുന്ന എപ്പോഴും നല്ലത്. മിക്കവാറും ഉച്ച കഴിഞ്ഞൊരു 3 മണിയാകുമ്പോൾ അച്ഛൻ ഉണ്ടാവത്തില്ല. കാര്യം എനിക്ക് ഒത്തിരിയേറെ ശുശ്രൂഷകളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയ്ക്ക് ഞാൻ തന്നെ പോകേണ്ട അവസ്ഥ വരുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ക്രിസ്റ്റി ഫെർണാണ്ടസ് സാർ മരിച്ചപ്പോൾ അവിടെ പോയി. കാര്യം അദ്ദേഹം ആദ്യകാലങ്ങൾ ഇതിൻ്റെ വലിയൊരു സ്പോൺസറായിരുന്നു. പിന്നെ കൊല്ലം രൂപതയിലെ രാത്രി ആരൊക്കെ പോയി. ഇപ്പോൾ 3 മണിക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നു. ഇന്നലെ പൈതൃകം വരാപ്പുഴ രൂപതയിൽ പൈതൃക സന്ദേശം കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇങ്ങനെ ചില സമയത്തൊക്കെ ഇതുപോലെ പ്രോഗ്രാം കഞ്ചസ്റ്റഡ് വരുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനെ കാണാൻ നിർബന്ധമുള്ളവർ രാവിലെ തന്നെ ഉടമ്പടിക്ക് കയറുകയോ പുതുക്കുകയോ ചെയ്തിട്ട് 11 മണിക്ക് തന്നെ ചീട്ടെടുത്ത് മാറണം. അപ്പോൾ ഇപ്പോൾ ഞാനങ്ങനെ പുറത്ത് പോകുന്ന ദിവസമാണെങ്കിൽ ഇന്നലെ 150 ചീട്ട് വരെ എടുത്തിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എടുക്കുമെന്ന് പറയണം. അല്ല നിങ്ങൾ ചിലർ വന്നിച്ചും 12 മണിക്ക് വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പോയി പിന്നെ വരുമ്പോൾ അത്തരം ശുശ്രൂഷ ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പിന്നെ വിളിച്ച് ചോദിക്കണം. അച്ഛനെ കാണേണ്ട കേസാണെങ്കിൽ രോഗികളുണ്ടല്ലേ, അച്ഛൻ കാണേണ്ട ദിവസം നിങ്ങൾ 2-3 ദിവസം വിളിച്ചുകൊണ്ടിരിക്കണം. വിളിച്ച് ചോദിച്ച് എപ്പോഴെങ്കിലും കിട്ടുമല്ലോ. കാര്യം എല്ലാവരും വിളിക്കുന്ന കാരണം ചില സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എടുത്ത് നിർബന്ധമില്ല. കാര്യം 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് അതാണ് ഓഫീസ് ടൈം. ആ സമയത്ത് വിളിച്ചിട്ട് നാളെ അച്ഛനുണ്ടോ, ഇതിന് രോഗിനെ കൊണ്ടുവരാൻ പറ്റുമോ, അതിനെപ്പോൾ എത്ര മണിക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെന്ന് പറയണം. ഇല്ലെങ്കിൽ ആ സ്റ്റാറ്റസ് പറയണം. അപ്പോൾ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ എടുക്കാൻ പറയും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ആരെയും വിളിച്ചുകൊണ്ട് വരരുത്. കാര്യം ഇപ്പം തന്നെ ഇന്നലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൈദികനാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം പറഞ്ഞ് അച്ഛൻ കൊണ്ടുവന്നിരിക്കേണ്ട 3 പേരുണ്ട്. അവർ ഉടമ്പടി എടുത്തിട്ടില്ല. പറഞ്ഞൊരു കാര്യമില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കുക എപ്പോഴാണ്, പിന്നീട് ഒരു ദിവസം വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ അതാണ് അത്രയും സ്ട്രിക്റ്റാണ്. അച്ഛന്മാരാണെങ്കിലും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ കാണുന്നത് അത്രയും പ്രയാസത്തിലിരിക്കുന്ന ആൾക്കാരെ കാണുന്നത്. അല്ലാതെ വഴിയെ പോകുമ്പോൾ കയറി തിരക്ക് പിടിപ്പിക്കുന്ന ആ കേസൊന്നും എടുക്കത്തില്ല. അപ്പോൾ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ കണ്ടില്ലേ, അവിടെ എഴുതി ഉടമ്പടി ധ്യാനം കൂടിയവർ ഉടമ്പടി പ്രകാരമാണ് ആൾത്തറയിൽ അച്ഛനെ കാണുന്നത്. എപ്പോഴായാലും കാണും. നിങ്ങളുടെ വിഷയം ഗംഭീര സീരിയസ് ആകണ അനുസരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് 200 പേരൊക്കെ ഒരു ദിവസം കാണുന്നതിൻ്റെ കാര്യം. അത്രയും സീരിയസ് ആയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ പുതുക്കല്ലാതെ നോക്കിയിട്ട് അവരെ കാണും. പിന്നെ ചിലർക്ക് അബദ്ധം വരുന്നത് ചിലർ ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിയിട്ട് പിന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതും പൊക്കിക്കൊണ്ട് പിടിച്ചിട്ട് വരും. അപ്പോൾ പിന്നെ 2ാമത് ഉടമ്പടി പുതുക്കിയിട്ട് കാണാൻ പറയും. അതപ്പോൾ ഇവിടെ എല്ലാം സ്ട്രിക്റ്റും സീരിയസുമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നലെ തന്നെ 900 ഉടമ്പടിയാണ് നടന്നത് ഇന്നലെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റഷ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ അച്ഛനെ കാണുന്നത് 900 പേർക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും മോസ്റ്റ് സീരിയസ് അതിന് രേഖ ഉണ്ടാകണം, അവരെ കണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഈ സാക്ഷ്യം പറയണത് 90% അച്ഛനെ കണ്ടവർ ആൾക്കാരല്ല, 95%. അവർ മര്യാദക്ക് ഉടമ്പടി എടുക്കും വൃത്തിയായിട്ട്. ഉടമ്പടി എടുത്താൽ ഉഴപ്പാൻ സാധ്യതയുള്ളവരാണ് ഇടിച്ചു തല്ലി അച്ഛനെ കണ്ടിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ചീട്ട് കിട്ടാത്തത്. അവർ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് ഉടമ്പടി ഉഴപ്പാനാണ്, അച്ഛൻ ഇപ്പം തന്നെ കണ്ടാൽ പിന്നെ പ്രസവമില്ലല്ല. അതുകൊണ്ട് അവർക്കറിയാൻ പറ്റും. അതുകൊണ്ട് അവർ നിങ്ങൾ ഉടായ്പ് പറഞ്ഞ് മടക്കികളേ ഉള്ളൂ. കാര്യം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഉടമ്പടി ഉഴപ്പിന പാർട്ടിയാണെന്ന് അറിയാൻ പറ്റും. അവർ അച്ഛനെ കണ്ടിട്ട് പിന്നീട് എങ്ങനെ ഉടമ്പടി ഉഴപ്പി അവസാനിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനൊന്നും ഞങ്ങൾ കൂട്ടുനിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. ഓക്കെ. 3ാമത്തെ അറിയിപ്പ്, ഒത്തിരിയേറെ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. കൃപാസനത്തിൻ്റെ പേരിൽ ഒത്തിരി പേര് പണം പിടുക്കുന്നുണ്ട്. കുറേ പൊട്ടിപ്പെണ്ണുങ്ങൾ
പണം അയച്ചു കൊടുക്കും. അച്ഛൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഞങ്ങൾ ഒരു ഓർഫനേജ് കൃപാസന ഒരു ഓർഫനേജ് നടത്തണുണ്ട്, ഇതാണ് ഞങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നമ്പർ എന്ന് എൻ്റെ ഫോട്ടോയാണ് കാണിക്കണത്. അപ്പോൾ ആൾക്കാർ വിശ്വസിക്കത്തില്ലേ? ഒരു ചേട്ടത്തി 13,000 രൂപ കൊടുത്തിട്ട് മതം ചോദിക്കണം, ഇപ്പോൾ ഇല്ലിങ്ങാണ് രസീത് തരാൻ ഇവിടെ തരാൻ. അങ്ങനെയുള്ള ഒത്തിരിയേറെ കള്ളന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ കൃപാസനത്തിന് ഇത്രയും ഒരു ജനകീയമായ ഒരു അടിത്തറ ഉള്ള കാരണം ആൾക്കാർ ഈ പേര് വെച്ച് മുതലെടുക്കുന്നുണ്ട് ഒത്തിരി. അപ്പോൾ നിങ്ങളത് ഒരു കാരണം, ഇപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മൈക്കിൽ ഞാൻ പറയും, അതാണ് നമ്മുടെ അറിയിപ്പെന്ന് പറയുന്നത്. ഒഫീഷ്യൽ അച്ഛൻ തന്നെ പറയും, വേറെ ആരും പറയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാമ്പത്തിക വിഷയമെങ്കിൽ എന്തായാലും സാമ്പത്തിക വിഷയം ഒന്നും സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ശാസ്ത്രക്കാഴ്ച പോലും ഇല്ല, കുർബാനപ്പണം പോലും കൊടുക്കത്തില്ല. യൂട്യൂബിൽ ഞങ്ങൾക്ക് 30 ലക്ഷം രൂപ വേണമെങ്കിൽ ഒരു മാസം കിട്ടും, അത്രയും നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പക്ഷേ മേടിക്കത്തില്ല. അത് മേടിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ കാശ് വാങ്ങിച്ച് നമുക്ക് പൊട്ടടിക്കാനല്ല, അത് കർത്താവിൻ്റെ വേലയാണ്, സുവിശേഷം കൈമാറാനാണ്. അപ്പം ഞങ്ങൾക്ക് അത് ദൈവത്തോടെ പങ്കാണ്. ചില അച്ഛന്മാർ ചോദിക്കും, നിങ്ങൾ എന്താ മണ്ടത്തരം കാണിക്കണത്, ആ കാശ് വാങ്ങിച്ച് വല്ല പാവത്തിന് വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ല ചോദിക്കും. അങ്ങനെയൊന്നും ഈശോ പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞിരിക്കുന്നത് സുവിശേഷം കൈമാറാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ അതേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എത്ര കോടി രൂപയാണ് നമുക്ക് നഷ്ടം ഒരു ആഴ്ചയിൽ, ഒരു മാസം? അതൊന്നുമല്ല. അപ്പോൾ പണമല്ല പ്രശ്നം, പണം ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്കറിയാം, ഇത് അമ്മയുടെ തറവാട്ടിൽ എന്തിനാണ് പണത്തിന് പ്രശ്നം? അമ്മയ്ക്കൊരു ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ ഈസിയായിട്ട് സംഭവം നടന്നു പോയിക്കോളൂ. നിങ്ങളുടെ ജീവിതം അത് തന്നെയല്ല. നിങ്ങൾ ഉഴപ്പിയത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് ചൂടാകണത്. നിങ്ങൾ മാന്യമര്യാദയ്ക്ക് ഉടമ്പടിയുടെ ആത്മാർത്ഥത കാണിച്ച് ദൈവത്തിൻ്റെ കൂടെ അമ്മയുടെ മധ്യസ്ഥതയിൽ സുഹൃത്തുക്കളായിട്ട് ജീവിച്ചാൽ വല്ല കാര്യത്തിനും വല്ല കുഴപ്പമുണ്ടാ? വീഞ്ഞില്ലെങ്കിൽ പോലും വീഞ്ഞില്ലെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ആളിൻ്റെ അടുത്ത് എന്ത് കുറവുണ്ടാകാനാണ്? അത് മനസ്സിലാക്കിയിട്ട് ജീവിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഇല്ലാത്ത ആന്തതിൽ നിങ്ങൾക്ക് എന്തിനാണ് ഉള്ളത്?